നമസ്കാരം. ഹലോ ഡോക്ടറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഡെങ്കിപ്പനിയെ എങ്ങനെ പ്രതിരോധിക്കാം, എന്തെല്ലാം കരുതലുകൾ എടുക്കണം, ചികിത്സാ മാർഗങ്ങൾ എന്തൊക്കെയാണ്, ഈ വിഷയത്തെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മോടിന്ന് സംസാരിക്കുന്നത് തിരുവനന്തപുരം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലെ ഫിസിഷ്യനായ ഡോക്ടർ സിബു രാജാണ്. ഡോക്ടർ നമസ്കാരം. നമസ്കാരം. ഡോക്ടർ, ഡെങ്കിപ്പനിയെ ഇപ്പോൾ എത്രത്തോളം കരുതിയിരിക്കേണ്ടതുണ്ട്? പണ്ട് മലയാളികൾ വല്ലപ്പോഴൊരിക്കൽ കേൾക്കുന്ന ഒരു പേരായിരുന്നു ഡെങ്കിപ്പനി. ഇപ്പോൾ എന്നാൽ എല്ലാ വീടുകളിലും എല്ലാ കുടുംബങ്ങളിലും ഈ പേര് സുപരിചിതമാണ്. എല്ലാവരും ഭയത്തോടു കൂടിയാണ് എല്ലാവരും ഇത് കേൾക്കുന്നത്. ഇതിനെപ്പറ്റി ഈ അസുഖം വരരുതേ എന്ന് പ്രാർത്ഥിക്കുന്നത്. അത്ര പേടിക്കേണ്ട അസുഖമല്ല, എന്നാൽ കരുതൽ വേണം. 2022 കേരളത്തിൽ മൊത്തം ഏകദേശം 17,000 ഡെങ്കി കേസുകൾ ഉണ്ടായിരുന്നതിൽ ഏകദേശം 69-70 മരണം ഉണ്ടായിരുന്നു. തൊട്ട് പിറ്റേ വർഷം, അതായത് കഴിഞ്ഞ വർഷം 2023 ഇതേ 17,000 എണ്ണം കേസ് വന്നതിനകത്ത് മരണസംഖ്യ കൂടി 150ഓളം കേസുകളായി. ഈ വർഷം അത്രയും തന്നെ കേസുകളില്ലെങ്കിൽ 8,000 അടുപ്പിച്ച കേസുകൾ കഴിഞ്ഞ മാസം അവസാനം വരെ ആയിട്ടുണ്ട്. എന്നിരുന്നാലും അതിൻ്റെ മരണസംഖ്യ ഇപ്പോൾ 130 അടുപ്പിച്ച് ആയി. ശതമാനക്കണക്ക് നോക്കുമ്പോൾ ആദ്യം തുടങ്ങിയപ്പോൾ ഉണ്ടായത് 0.4% മരണനിരക്ക്. കഴിഞ്ഞ വർഷം അത് 0.8 ഈ വർഷം അത് 1.5%. അപ്പോൾ ഇത്ര പെട്ടെന്ന് ഈ മരണസംഖ്യ കൂടുന്നത് നമുക്ക് ആശങ്കാജനകമാണ്. പക്ഷേ ഇതിനെ നിയന്ത്രിക്കാൻ നമുക്ക് എല്ലാവർക്കും നല്ലൊരു അവബോധം ഉണ്ടെങ്കിൽ ഈ അസുഖം നമുക്ക് പെട്ടെന്ന് നിയന്ത്രിക്കാൻ പറ്റും, മരണസംഖ്യ കുറയ്ക്കാനും പറ്റും. ആദ്യമേ തന്നെ ഇത് കണ്ടുപിടിച്ച് ഇതിന് ചികിത്സ നേടിയാൽ 99% മരണസംഖ്യയിൽ നിന്നും 1% കുറയ്ക്കാനും പറ്റും. അത്രയ്ക്ക് എളുപ്പമാണ് ഇതിനെ കൺട്രോൾ ചെയ്യാൻ. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ കേരളത്തിലും ഇതേപോലെ മരണസംഖ്യ കൂടുന്നതുകൊണ്ട് നമുക്കിതിനെതിരെ ജാഗ്രത പുലരേണ്ടത്. ഡോക്ടർ, ഡെങ്കിപ്പനി വരാനുള്ള കാരണം എന്താണ്? ഏതെല്ലാം സാഹചര്യങ്ങളിലാണ് പ്രധാനമായും ഇത് പടരുന്നത്? ഡെങ്കിപ്പനി ഒരു വൈറസ് രോഗമാണ്. അതായത് ഫ്ലാവിവിറിഡെ എന്ന് പറയുന്ന ഗ്രൂപ്പ് വൈറസ് ഗ്രൂപ്പിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു വൈറൽ രോഗം ഡെങ്കി. ഈ ഡെങ്കിപ്പനി പരത്തുന്നത് എയ്ഡിസ് ഗ്രൂപ്പിലുള്ള മോസ്കിറ്റോ ആണ്, കൊതുകാണ്. എയ്ഡിസ് ആൽബോപിക്ടസ് അല്ലെങ്കിൽ എയ്ഡിസ് ഈജിപ്റ്റസ്. നമുക്കിവിടെ ഉള്ളത് എയ്ഡിസ് ഈജിപ്റ്റസ് ആണ് ഏറ്റവും കൂടുതൽ. അതിൽ ആ കൊതുകിൻ്റെ ദേഹത്ത് ചെറിയ വരയും പുള്ളിയും കാണും. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. മിക്കവാറും അത് അതിരാവിലെ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ ആ സമയങ്ങളിലായിരിക്കും ഇത് കടിക്കുന്നത്. നമ്മൾ കടിക്കുന്നത് കാണത്തുമില്ല. ചിലപ്പോൾ നമ്മുടെ കണങ്കാലിലും കൈകളിലും ആ ഭാഗത്തൊക്കെ വന്ന് കടിക്കും. നമുക്ക് ചെറിയൊരു ചൊറിച്ചിലും ഒരു നീറ്റലും അനുഭവപ്പെടും. ഇതിൻ്റെ ഈ രോഗാണു കൊണ്ട് വഹിക്കുന്നത് ഈ അണുക്കളാണ്, ഈ കൊതുകുകളാണ്. ഈ കൊതുകുകൾ മെയിനായിട്ട് ബ്രീഡ് ചെയ്യുന്നത് നമ്മൾ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്താണ്. ഏത് വെള്ളമായാലും നമ്മുടെ വീട്ടിൻ്റെ പരിസരത്താണ് ഇതെല്ലാം മിക്കവാറും. ചെളി വെള്ളത്തിലൊന്നുമല്ല, നമ്മുടെ സാധാരണ വീട്ടിൽ ഫ്രിഡ്ജിനകത്ത് കെട്ടിയിരിക്കുന്ന വെള്ളം, അല്ലെങ്കിൽ ചെടിച്ചട്ടിക്കകത്ത് പൂച്ചെടി അതിനകത്ത് വയ്ക്കുന്ന വെള്ളം, അല്ലെങ്കിൽ വെളിയിൽ ടയറിൽ അല്ലെങ്കിൽ ചെടികളിൽ പോളകളിൽ കിടക്കുന്ന വെള്ളം. ഈ കുറച്ച് ഒരു സ്പൂൺ, ഒരു 5 മില്ലി വെള്ളം മതി ഇതിൻ്റെ മുട്ടയിട്ട് പെരുകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ മിക്കവാറും എല്ലാ വീടുകളിലും ഇപ്പോൾ ഇതിന് ഒരു പരത്താനായിട്ടുള്ള സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ കൊതുകിനെ നിയന്ത്രിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്കിവിടെ പറ്റുന്നത്. ആ കൊതുകിനെ നിയന്ത്രിക്കുന്നതിൽ കൂടി നമുക്ക് ഈ അണുക്കൾ വരാതിരിക്കാനും അല്ലെങ്കിൽ ഈ അസുഖം വരാതിരിക്കാനും നമുക്ക് ശ്രദ്ധിക്കാം. ഡോക്ടർ, ഡെങ്കി എത്ര തരമാണ്? ഈ രോഗം ശരീരത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത്? ഡെങ്കി വൈറസ് എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ ഡെങ്കി വൈറസ് എന്ന് പറയുന്നത് അത് 4 തരമാണ്. ഡെങ്കി വൈറസ് അതിന് 1, 2, 3, 4 എന്ന് 4 ഗ്രൂപ്പ് അല്ലെങ്കിൽ 4 തരമുണ്ട്. ഈ ഡെങ്കി വൈറസ് ഒരു സമയത്ത് ഒരു ഡെങ്കി വൈറസ് മാത്രമേ ഒരു സമയത്ത് കയറുകയുള്ളൂ. ആ കയറിക്കഴിഞ്ഞാലും പിന്നീട് ആ ഡെങ്കി വൈറസ് പിന്നീട് അതേ ആൾക്ക് ബാധിച്ചു കഴിഞ്ഞാലും കയറിക്കഴിഞ്ഞാൽ ആൾക്ക് ആ അസുഖം വരുന്നില്ല. പക്ഷേ മറ്റ് ഏതെങ്കിലും ഗ്രൂപ്പിലുള്ള 2ാമത്തെയോ 3ാമത്തെയോ 4ാമത്തെയോ ഗ്രൂപ്പിലുള്ള ഏതെങ്കിലും വൈറസ് ശരീരത്തിൽ കയറുകയാണെങ്കിൽ ഈ അസുഖം നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും കുറച്ചുകൂടി മാരകമായി മനുഷ്യനത് വന്നേക്കാം. മരണം പോലും സംഭവിക്കാം. കൂടുതൽ കോംപ്ലിക്കേഷൻസിലോട്ടും പോകാം. അപ്പോൾ ഈ 4 തരം വൈറസാണ്. മോസ്കിറ്റോ ഞാൻ പറഞ്ഞ പോലെ 2 ടൈപ്പാണ്. പക്ഷേ കൂടുതലും നമുക്ക് ഇവിടെ ഉള്ളത് എയ്ഡിസ് ഈജിപ്റ്റസ് എന്ന് പറഞ്ഞ കൊതുകാണ്. ഡെങ്കിപ്പനിയെ എങ്ങനെ പ്രതിരോധിക്കാം? എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട്? അതുപോലെ പ്രധാനമായും എന്തെല്ലാം പ്രതിരോധ പ്രവർത്തനങ്ങളാണ് സ്വീകരിച്ചു വരുന്നത്? ഡെങ്കിപ്പനി പ്രതിരോധിക്കുക എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ കൊതുകിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. ഡെങ്കി അണുക്കളെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. ഡെങ്കി കൊതുകിനെ നിയന്ത്രിക്കുക സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു മനുഷ്യനിൽ ഡെങ്കിയുടെ അണുക്കൾ ഈ വൈറസ് കയറിയിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യനകത്ത് ഇത് കിടന്ന് പെരുകി വന്ന് നിന്നിട്ട് ബ്ലഡിനകത്ത് കിടക്കുന്ന ഈ വൈറസിനെ ഈ എയ്ഡിസ് കൊതുക് വന്ന് കടിക്കുകയും അതിൽ നിന്ന് വലിച്ചെടുക്കും. ആ ബ്ലഡ് വലിച്ചെടുക്കുമ്പോൾ ആ ബ്ലഡിൽ കൂടെ
കൊതുകിൻ്റെ വയറ്റിലോട്ട് ഇത് ചെന്ന് അവിടെ കിടന്ന് പെരുകി ഏകദേശം ഒരു 10 ദിവസത്തിനകത്ത് അത് വീണ്ടും അതിൻ്റെ ഉമിനീർ ഗ്രന്ഥിയിൽ വന്ന് നിൽക്കും. ഉമിനീർ ഗ്രന്ഥിയിൽ വന്ന് നിന്നിട്ട് ഈ കൊതു പിന്നെ ഇൻഫെക്റ്റീവായി ഈ കൊതു വേറൊരു ആൾക്ക് അസുഖം ഇല്ലാത്ത ഒരാൾക്ക് കടിച്ചാൽ വീണ്ടും ഇതുപോലെ ബ്ലഡ് വലിച്ചെടുക്കാൻ വേണ്ടി കുത്തുമ്പോൾ ഈ പറഞ്ഞ ഉമിനീർ ഗ്രന്ഥിയിൽ നിന്നും ഈ വൈറസ് ആ മനുഷ്യനിലേക്ക് ചെല്ലും. ഇങ്ങനെയാണ് ഇത് സ്പ്രെഡ് ചെയ്യുന്നത്. ഒരാളിൽ നിന്ന് ഒരാളിൽ നേരിട്ട് മനുഷ്യനിൽ നിന്ന് വേറൊരു മനുഷ്യനിലേക്ക് നേരിട്ടുള്ള സ്പ്രെഡില്ല, ഒരു കൊതുകിൽ നിന്നാണ് സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പം ഡെങ്കി പനിയുള്ള ഒരാളുമായിട്ട് നമ്മൾ കൂടുതൽ സഹവസിച്ച് നമുക്ക് ഡെങ്കി വരത്തില്ല. ഇതിനിടയിൽ ഒരു കൊതുക് എന്നുള്ള ഒരു ഫാക്ടർ വേണം. അതായത് ഈ ഡെങ്കി വൈറസ് കൊണ്ടുപോകാൻ പറ്റുന്ന കൊതു. അപ്പോൾ നമുക്ക് ഇത് നിയന്ത്രിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊതുകിനെ നിയന്ത്രിക്കാതെ കൊതുക് വളരാൻ സാഹചര്യമുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏരിയാസ് നമ്മൾ ചെക്ക് ചെയ്യുക, കൺട്രോൾ ചെയ്യുക. വെള്ളം കെട്ടിക്കിടക്കുന്ന ഏരിയാസ് നമ്മൾ ശ്രദ്ധിക്കുക. ഡെയിലി അറ്റ്ലീസ്റ്റ് ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ ഡ്രൈ ഡേ, അത് നമ്മളിപ്പോൾ ഗവൺമെൻറ് പറയുന്നുണ്ട്, ഡ്രൈ ഡേ ആചരിക്കുക. അതായത് നമ്മുടെ വീടിന് ചുറ്റാകെയുള്ള ജലം കെട്ടിക്കിടക്കുന്ന ഏത് ഭാഗം, ചിരട്ടയാണെങ്കിൽ അത് കമത്തിയിടുക, അല്ലെങ്കിൽ ബക്കറ്റിനകത്ത് കുറച്ച് വെള്ളം ബാക്കി കിടക്കുകയാണെങ്കിൽ അത് തട്ടിക്കളയുക, അല്ലെങ്കിൽ ചെറിയ റബ്ബർ ടിന്ന് പാത്രങ്ങൾ അതിനകത്ത് വെള്ളം കെട്ടി നിൽക്കുകയാണെങ്കിൽ അത് തട്ടിക്കളയുക. ചെടികളുടെ ഇടയിലൊക്കെ വെള്ളം ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കുടഞ്ഞ് തട്ടിക്കളയുക. അങ്ങനെ വെള്ളം കെട്ടി ഫ്രിഡ്ജിനകത്തുള്ള താഴെ ഡ്രെയിൻ വെള്ളം അതുണ്ടെങ്കിൽ എടുത്ത് റിമൂവ് ചെയ്യുക, കളയുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഈ കൊതുകിന് മുട്ടയിടാനുള്ള സാഹചര്യം ഒഴിവാക്കുക. വെറും തറയിലോ നിലത്തോ അത് മുട്ടയിടാൻ പറ്റില്ല, വെള്ളത്തിലാണ് മുട്ടയിടുന്നത്. മുട്ടയിട്ട് ഒരു 10 ദിവസത്തിനകത്ത് തന്നെ ഇത് ലാർവയായിട്ട് വരും. ആ ലാർവ വന്ന് വീണ്ടും ഒരാഴ്ചക്കകം തന്നെ അത് കൊതുകായിട്ട് പെട്ടെന്ന് വരും. അപ്പോൾ അത് നമുക്ക് ഒളിഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും മിക്കവാറും നമ്മളിത് കാണും. നമ്മുടെ വീട്ടിൽ തന്നെ ഏതെങ്കിലും ബക്കറ്റിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വെള്ളത്തിനകത്ത് കുറച്ച് ഒരു 5-6 ദിവസമായിട്ട് അത് മാറ്റിയിട്ടില്ലെങ്കിൽ ശ്രദ്ധിച്ചാൽ അതിനകത്ത് കാണാം ഈ ലാർവ. ഉടനെ തന്നെ അതങ്ങ് വെറും മണ്ണിലോട്ടങ്ങ് തട്ടിക്കളയുക. അതാണ് അതിന് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ഈ കൊതുക് വരാതിരിക്കാൻ പറ്റുന്ന വീട്ടിൽ ചുറ്റും കൊതുക് ഉണ്ടെങ്കിൽ കൊതുകിൻ്റെ കടി ഏൽക്കാതിരിക്കാനായിട്ട് നമുക്ക് കുറച്ച് ശ്രദ്ധകൾ പുലർത്താം. അതായത് നമ്മുടെ കൊതുക് വല, മൊസ്കിറ്റോ നെറ്റ് ഉപയോഗിക്കണം. ആ കൊതുക് വലയ്ക്ക് തന്നെ ഉപയോഗിക്കാം. നമ്മുടെ അവിടെ ഡെങ്കിപ്പനി അല്ലെങ്കിൽ തൊട്ട് വീട്ടിനടുത്ത് ഡെങ്കിപ്പനി ഉണ്ടെങ്കിൽ അത് ആ ഏരിയയിൽ ആ കൊതുക് ഉണ്ടെന്ന് അർത്ഥം. അങ്ങനെയാണെങ്കിൽ നമ്മളും അത് ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ കൊതുക് വലയ്ക്കകത്ത് കിടക്കാൻ നോക്കുക. അല്ലെങ്കിൽ പകൽ സമയത്ത് നമ്മുടെ കൊതുകിൻ്റെ അത്രയും ഡെങ്കിപ്പനി ഉള്ള സ്ഥലങ്ങളിൽ നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ ഈ ഒഡോമോസ് പോലത്തെ ക്രീമുകൾ, ലേപനികൾ നമ്മൾ ശരീരത്തിൽ തേക്കുകയോ, അല്ലെങ്കിൽ രാത്രി കാലങ്ങളിൽ ഇതുപോലെ ഈ ഗുഡ് നൈറ്റ് പോലത്തെ സാധനം, കൊതുക് നിവാരണത്തിന് ഉപയോഗിക്കുന്ന സാധനങ്ങൾ, സ്പ്രേകൾ ഉപയോഗിക്കുക. പക്ഷേ ഒരിക്കലും ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ക്ലോസ്ഡ് റൂമിനകത്ത് ഇട്ടിരിക്കില്ല. ഗുഡ് നൈറ്റും നമ്മുടെ മാറ്റും അല്ലെങ്കിൽ മറ്റ് പല മോർട്ടീനുകൾ പല സ്പ്രേ ഉണ്ട്, മൊസ്കിറ്റോ റിപ്പലൻസ് ഉണ്ട്. അതൊന്നും അടഞ്ഞ മുറിയിൽ വയ്ക്കരുത്. എപ്പോഴെങ്കിലും വൈകുന്നേരം ഇടുക, അടച്ചിടുക, പിന്നെ വിൻഡോ തുറക്കുക, അതങ്ങ് പോവും. ഇതെല്ലാം മോസ്കിറ്റോയെ തുരത്താനുള്ള സംഭവങ്ങളാണ്, അല്ലാതെ കൊല്ലാനോ ഒന്നുമല്ല. മോസ്കിറ്റോ നമ്മൾ അവിടെ നിന്ന് തുരത്തുക. പിന്നെ നമ്മൾ കുറച്ച് സുഗന്ധ ലേപനങ്ങളുണ്ട് നമ്മുടെ ദേഹത്ത്. അതായത് യൂക്കാലി ഓയിൽ, പൈൻ ഓയിൽ, പിന്നെ നമ്മുടെ കർപ്പൂര ഓയിൽ, പിന്നെ ഇഞ്ചിപ്പുല്ലിൻ്റെ ഓയിൽ. ഇതൊക്കെ നമുക്ക് നാടൻ വിദ്യകളാണ്. നമ്മുടെ ദേഹത്ത് തേക്കുകയോ സ്പ്രേ കിട്ടും, അത് സ്പ്രേ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ഇതിൻ്റെ സ്മെല്ല് കൊതുകുകൾക്ക് അലർജിയാണ്. കൊതുക് നമ്മുടെ ശരീരത്തിൻ്റെ സ്മെല്ല് അത് കിട്ടുമ്പോഴാണ് അത് നമ്മുടെ ശരീരത്തിലോട്ട് ബ്ലഡിലെടുക്കാൻ വരുന്നത്. അപ്പോൾ ഈ സ്മെല്ല് അവർക്ക് കിട്ടിയില്ലെങ്കിൽ അവർ നമ്മുടെ അടുത്ത് വരത്തില്ല. അപ്പോൾ അതിന് മാസ്ക് ചെയ്യാനായിട്ട് ഇങ്ങനെയുള്ള കുറച്ച് സുഗന്ധ ലേപനങ്ങൾ നമ്മൾ തേക്കാറുണ്ട്. ഇതൊക്കെ നല്ല സംഭവമാണ്. പിന്നെ ഈ നമ്മുടെ ഹെൽത്ത് വൈസിൽ നമ്മുടെ ഫോഗിങ്, ഓടകൾ വെള്ളം കെട്ടിക്കിടക്കാതിരിക്കാനും അങ്ങനെയുള്ള വെള്ളം കെട്ടിക്കിടക്കാനുള്ള സ്ഥലങ്ങളിൽ ഫോഗിങ് തുടർന്ന് അങ്ങനെയുള്ള നടപടികളും നമ്മൾ ചെയ്യാറുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ശരി ഡോക്ടർ, വ്യക്തമാണ്. നമ്മുടെ കൂടെ ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. മഞ്ചേരിയിൽ നിന്ന് മുഹമ്മദാണ്. മുഹമ്മദ്, ഡോക്ടറോട് ചോദിച്ചോളൂ. പറഞ്ഞോളൂ. ഹലോ ഡോക്ടർ, ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. സാറേ, പറഞ്ഞതൊക്കെ വിശദമായിട്ട് കേട്ടു. എല്ലാവർക്കും പഠിച്ചാനും ഉതകാനും നന്നോ പറച്ചിലെല്ലാം വളരെ നന്നായിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെയാണെങ്കിലും കൊതുവിനെ പെട്ടെന്ന് തുരത്താൻ പറ്റാവുന്ന ഒരു പരിസരത്തില്ല, വെള്ളമൊന്നുമില്ല. പിന്നെ വെള്ളം പോളം സ്ഥലം ഇപ്പൊ അതൊക്കെ ഒഴിവാക്കണമെന്ന് പറഞ്ഞു, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ടും ഇത് കുട്ടികളിലും വലിയവരിലും വന്ന് കടിച്ചിട്ട് ഇത് ഉണ്ടാവുന്നുണ്ട് പെട്ടെന്ന്. അതിപ്പോ വലിയൊരു ആളാണ് എന്നും പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇതിന് പെട്ടെന്ന് അതിന് പ്രാഥമികമായിട്ട് ആൾക്കാർക്ക് ചെയ്യാൻ പറ്റാവുന്ന നല്ല മരുന്നുകളും ഉണ്ടോ, അല്ല വല്ല PH സെന്ററിൽ തന്നെ പോണോ, അവർക്ക് വാങ്ങി കിട്ടാൻ പറ്റാവുന്ന മരുന്ന് വല്ലതും പറ്റുമോ എന്നുള്ളത് വീട്ടിലല്ലാതെ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ് സാറ് എന്നുള്ളതാ വിളിച്ചത്. അല്ല, നമ്മൾ ഡെങ്കിപ്പനി വരാതിരിക്കാനാണോ ചോദിച്ചത്, അതോ ഡെങ്കിപ്പനി വന്നതിന് ശേഷമാണോ? വരാതിരിക്കാനും സാർ. ഡെങ്കിപ്പനി വരാതിരിക്കാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. ഈ കൊതുകിൻ്റെ നമ്മൾക്ക് എവിടെ നിന്നാണോ കിട്ടുന്നത് അതങ്ങ് കട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ഞാനിപ്പം പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ കൊതുകിൻ്റെ ഉറവിടങ്ങൾ
ഉറവിടം എവിടെയൊക്കെ ഉണ്ടോ അത് നമ്മുടെ പരിസരം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ നമുക്ക് നമ്മുടെ പരിസരം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അപ്പുറത്തെ വീട്ടിലും അതിൻ്റെ അപ്പുറത്തെ വീടുകളിലും ഇതുപോലെ വെള്ളം കെട്ടി നിൽക്കുകയാണെങ്കിൽ അവിടെ നിന്ന് വരും. കൊതുവിനറിയില്ല എൻ്റെ വീടാണ്, ഇദ്ദേഹത്തിൻ്റെ വീടാണ്, അടുത്ത ആളുടെ വീടാണെന്ന് അറിയില്ല. അതുകൊണ്ട് കൊതുക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് പടർന്ന് പോകും. അപ്പം നമ്മുടെ വീട് മാത്രമല്ല, നമ്മളൊരു കമ്മ്യൂണിറ്റി ആയിട്ട് ഒരു സമൂഹം എന്ന നിലയിൽ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. നമുക്ക് ചുറ്റുമുള്ള ഏരിയാസിൽ അങ്ങനെ എന്തെങ്കിലും വെള്ളക്കെട്ടോ അത് ഇതുപോലെ ക്ലീൻ ചെയ്യാത്ത സ്ഥലങ്ങളോ ഉണ്ടെങ്കിൽ അത് നമ്മുടെ അവിടുത്തെ പഞ്ചായത്തിൻ്റെയോ കോർപ്പറേഷനോ ആരെയും അറിയിച്ച് അതിനുള്ള, അല്ലെങ്കിൽ അടുത്തുള്ള ഹെൽത്ത് സെൻ്ററിൽ ഹെൽത്ത് ഇൻസ്പെക്ടറോ അവരെ അറിയിച്ചിട്ട് അതിനുള്ള നടപടികൾ എടുക്കാൻ വേണ്ടി നോക്കണം. നമ്മുടെ വീട് മാത്രമല്ല, ചുറ്റാകം വേണം. ഡോക്ടർ, മറ്റു പനികളിൽ നിന്ന് ഡെങ്കിപ്പനി എങ്ങനെ വേർതിരിച്ചറിയാം? എന്തെല്ലാം ലക്ഷണങ്ങൾ കണ്ടാൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്? ഡെങ്കിപ്പനി തുടങ്ങുന്നത് മറ്റു പനികളെ പോലെ തന്നെ പനി, കടുത്ത പനി, 3 മുതൽ 5 ദിവസം വരെയുള്ള പനി, ദേഹം വേദന, അമിതമായ ശരീരവേദന, സന്ധിവേദന, തലവേദന, കണ്ണിന് പുറകിലുള്ള വേദന, പിന്നെ ചിലപ്പോൾ ഛർദിലുണ്ടാകാം, തലവേദന, ദേഹം വേദന, നടുവേദന, ഇതെല്ലാം മെയിനായിട്ട് വരുന്നതാണ്. അതായത് സാധാരണ ഒരു വൈറൽ പനി പോലെയാണ് ഇത് വരുന്നത്. പ്രധാനമായിട്ട് ഇതിനകത്ത് അമിതമായിട്ടുള്ളത് നമ്മുടെ തലവേദനയും കണ്ണിന് പുറകെ വശത്തുള്ള വേദനയും അത് വളരെ കൂടുതലായിട്ട് ഈ പനിക്ക് വരും. അപ്പോൾ മറ്റു പനികളെ സംബന്ധിച്ച് മറ്റു പനികൾ ഈ പനി തുടക്കത്തിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റിയെന്ന് വരത്തില്ല. എല്ലാം ഒരുപോലെ, കാരണം എല്ലാം ഒരു വൈറൽ പനിയാണ്. ആ വൈറൽ പനിയുടെ പിക്ചർ തന്നെയാണ് ഡെങ്കിപ്പനിക്കും വരുന്നത്. ഇതിലൊരു പ്രത്യേകത, നമ്മുടെ സാധാരണ ജലദോഷ പനി പോലെ മിക്കവാറും ജലദോഷം മൂക്കൊലിപ്പോ തുമ്മലോ തൊണ്ടവേദനയോ അങ്ങനെ വരാറില്ല. സാധാരണ ഇതിൽ ദേഹം വേദനയും പനിയും മേലുവേദനയും തലവേദനയൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്. മറ്റു പനികളിൽ ഞാൻ പറഞ്ഞത് ജലദോഷപ്പനി. പിന്നെ മറ്റ് അല്ലാതുള്ള ഈ ഡെങ്കിപ്പനി, നമ്മുടെ എലിപ്പനി, സിക്ക പനി, അല്ലെങ്കിൽ നമ്മുടെ ചിക്കൻ ഗുനിയ പനി, ഏകദേശം എല്ലാം ഒരേ രീതിയിലാണ് തുടക്കം വരുന്നത്. നമ്മുടെ സാധാരണ വൈറൽ പനി വരുന്നതും എല്ലാം തുടക്കം ഒരുപോലെയാണ്. പിന്നീടാണ് ഇതിൻ്റെ സ്വഭാവം മാറുന്നത്. അതുകൊണ്ട് ആദ്യത്തെ 3 ദിവസം അത് പനി മാറുന്നില്ലെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അടുത്തുള്ള ആശുപത്രിയിൽ ഡോക്ടറെ കാണിക്കുക, വേണ്ട പരിശോധനകൾ ടെസ്റ്റ് ചെയ്യുക, ചെയ്ത് നോക്കിയിട്ട് അത് സാധാരണ പനിയാണോ കുഴപ്പമുള്ളതാണോ, ചാൻസ് മറ്റ് പ്രശ്നങ്ങൾ വരാൻ സാധ്യത ഉണ്ടോ എന്നുള്ളത് നോക്കണം, പരിശോധിച്ച് നോക്കണം. ഡോക്ടർ, ഡെങ്കിപ്പനി എത്രത്തോളം ഗുരുതരവും അതുപോലെ തന്നെ അപകടകരവുമാണ്? മരണകാരണമാകുന്നത് എപ്പോഴാണ്? ഡെങ്കിപ്പനി നമ്മൾ അവഗണിക്കാൻ പാടില്ല. പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരാൾക്ക് ഒരു ജീവിതത്തിൽ ഒരു ഡെങ്കി വൈറസ് 4 ടൈപ്പ് ഉണ്ടെങ്കിലും അതിനകത്ത് ഒരു ടൈമിൽ ഒരു അണുക്കൾ ഒരു വർഷത്തിൽ അല്ലെങ്കിൽ ജീവിതകാലം മൊത്തം ഒരിക്കലേ വരത്തുള്ളൂ. പിന്നീട് രണ്ടാമത്തെ വൈറസ് ബാധിക്കുകയാണെങ്കിൽ മാത്രമേ പിന്നീട് ഡെങ്കി വൈറസ് വരത്തുള്ളൂ. പക്ഷേ അതിൻ്റെ കാഠിന്യം മുൻപുണ്ടായതിനേക്കാളും 10 മടങ്ങായിരിക്കും. അത് നമ്മൾ അതിജീവിച്ചാൽ മൂന്നാമത്തെ വൈറസ് മിക്കവാറും നമ്മൾക്ക് അതിജീവിക്കാൻ പറ്റിയെന്ന് വരത്തില്ല, മരണം വരെ സംഭവിക്കാം. അപ്പോൾ ആദ്യമേ നമുക്ക് ഡെങ്കി വൈറസ് വരും. ആ വരുന്ന സമയത്ത് ചിലപ്പോൾ ഒരു കുഴപ്പമില്ലാതായിരിക്കും വരുന്നത്. മൈൽഡായിട്ട് ചെറിയൊരു പനിയും തലവേദനയും ദേഹം വേദനയും മാത്രമേ കാണുള്ളൂ, ഛർദിൽ കാണുമായിരിക്കും. ചിലപ്പോൾ നമ്മൾ അറിഞ്ഞൊന്നും വരത്തില്ല, ദേഹം വേദന ചെറിയൊരു പനിയായിട്ട് പോകും. രണ്ടാമത് പനി വരുമ്പോൾ ഡെങ്കി വൈറസ് അന്ന് ടെസ്റ്റും ചെയ്ത് കാണത്തില്ല. പലപ്പോഴും ഡെങ്കി വൈറസ് വരുമ്പോൾ പലർക്കും സീരിയസ് ആവുന്നത് അതുകൊണ്ടാണ്. ആദ്യമേ ഡെങ്കി വന്ന് ഭയങ്കര സീരിയസ് ആയി, കൗണ്ട് കുറഞ്ഞു, അല്ലെങ്കിൽ ഓർമ്മയില്ല, ജന്നി വരുന്നു, ഫിറ്റ്സ് വരുന്നു എന്നൊക്കെ പറഞ്ഞ് മരണം വരുന്നു. അത് നേരത്തെ അദ്ദേഹത്തിന് ഡെങ്കി വന്നിട്ടുണ്ടാകാം, പക്ഷെ അത് അറിഞ്ഞു കാണത്തില്ല, അങ്ങനെ വരുന്നതാണ്. അല്ലാതെ ഉള്ള കുഴപ്പമില്ല. നമ്മൾ ആദ്യമേ പനി വരണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ കൊണ്ട് കാണിക്കണം. പിന്നെ ഈ പനി 3 ദിവസത്തിൽ കൂടുതലായിട്ട് പനി നീണ്ടു നിൽക്കുകയാണ്, അല്ലെങ്കിൽ പനിയുടെ കൂടെ കുറച്ച് വാർണിംഗ് സൈൻസ് ഉണ്ട്, അപകട സൂചനകൾ. അതായത് അമിതമായിട്ട് ഛർദിൽ. ഈ ഡെങ്കിപ്പനി ആണെന്ന് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ, ഡെങ്കിപ്പനി ആണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ റെസ്റ്റ് എടുക്കുക. മിക്കവാറും 85% 90% ഡെങ്കിപ്പനികളും ഒരു കുഴപ്പമില്ലാതെ അങ്ങ് മാറും. പനി വന്നു, സാധാരണ വൈറൽ പനി പോലെ അങ്ങ് വന്നിട്ട് അങ്ങ് മാറും. ഇതിൽ വളരെ അപൂർവം 5% കേസുകൾ മാത്രമേ നമ്മുടെ കോംപ്ലിക്കേഷൻ, അതായത് ഡെങ്കു ഹെമറാജിക് ഫീവർ, ബ്ലീഡിങ് വരുന്നതോ അല്ലെങ്കിൽ ഡെങ്കു ഷോക്ക് എന്ന് പറയും, അതായത് പ്രഷറൊക്കെ താന്ന് തീരെ മരണത്തിലോട്ട് നയിക്കുന്ന രീതിയിൽ വരത്തുള്ളൂ. അത് നമ്മൾ ഗവനിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ. പക്ഷെ നമ്മൾ കറക്റ്റായിട്ട് ആദ്യമേ കണ്ടുപിടിച്ച് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു 5% കേസിലോട്ട് പോകാൻ സാധ്യത വളരെ വളരെ കുറവാണ്. അപ്പോൾ ഇതിന് നമ്മൾ കുറച്ച് അപകട സൂചനയുണ്ട്. ഈ അപകട സൂചന ഒരിക്കലും അവഗണിക്കരുത്. 7-8 അപകട സൂചനയുണ്ട്. ഡെങ്കിപ്പനി കൺഫേം ആയി കഴിഞ്ഞാൽ, ഒന്ന്, പനി 3 ദിവസം കഴിഞ്ഞിട്ടും പനി വീണ്ടും കഠിനമായി തന്നെ നിൽക്കുന്നു, അതേപോലെ നിൽക്കുന്നു, മാറുന്നില്ല. രണ്ടാമത്തേത് ഡെങ്കിപ്പനി വന്ന് അമിതമായിട്ട് ഛർദിലുണ്ട്, നല്ലതുപോലെ ഛർദിലാണ്, ഒരു ദിവസം ഒരു 5-6 തവണ ഛർദിച്ചുകൊണ്ടിരിക്കുകയാണ്. മൂന്നാമത് മൂത്രത്തിൻ്റെ അളവ് വളരെ കുറഞ്ഞു പോകുന്നു. നാലാമത് അമിതമായിട്ട് തളർച്ചയും ക്ഷീണവും, സാധാരണ ഉള്ളതിനേക്കാളും ക്ഷീണം ഒക്കെ വരുന്നുണ്ട്. അഞ്ചാമത് നമ്മുടെ ബ്ലീഡിംഗ് ആയിട്ട് ഏതെങ്കിലും ഭാഗത്തു നിന്ന് ബ്ലീഡിങ് വരികയാണ്. മൂക്കിൽ നിന്ന് അല്ലെങ്കിൽ ചുമച്ച് പോകുമ്പോഴോ അല്ലെങ്കിൽ ഛർദ്ദിച്ച് പോകുമ്പോഴോ മലം കറുപ്പായിട്ട് ഇവിടെ ടാറ് പോലെ കറുപ്പായിട്ട് പോവുകയോ, ഉള്ളിൽ നിന്നുള്ള ബ്ലീഡിങ്ങോ, ഏത് രീതിയിലും ബ്ലീഡിങ്, അല്ലെങ്കിൽ ലേഡീസ് ആണെങ്കിൽ
പീരീഡ്സിൻ്റെ സാധാരണ ഉള്ള പീരീഡ്സിനേക്കാളും അമിതമായിട്ട് രക്തസ്രാവം വരികയോ ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞ വെള്ളം ആവശ്യത്തിന് കുടിക്കാതിരിക്കുമ്പോൾ കോംപ്ലിക്കേഷൻ വരും. അപ്പോൾ വീണ്ടും ടയേർഡാവും, ചിലപ്പോൾ ഓർമ്മയില്ലാതായി പോകും. പിന്നെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, വയറുവേദന. സ്ഥിരമായിട്ട് ഡെങ്കിപ്പനി വന്നു കഴിഞ്ഞാൽ അതികഠിനമായ വേദന ഒരേപോലെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു അപകട സൂചനയാണ്. നമ്മുടെ വയറ്റിലോകത്തോട്ട് എവിടെയോ ബ്ലീഡിങ്ങോ എന്തെങ്കിലും നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു അപകട സൂചനയാണ്. അപ്പോൾ ഡെങ്കിപ്പനി വന്നു കഴിഞ്ഞാൽ ആൾ ഈ ഒരു അപകട സൂചനകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ തന്നെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കണ്ടു കാണിക്കുക. മാറും എന്ന് വെച്ചുകൊണ്ട് ഗുളികൾ കഴിച്ചുകൊണ്ടിരിക്കരുത്. പിന്നെ ഈ പനി വരുമ്പോൾ പാരസെറ്റമോളാണ് സാധാരണ കൊടുക്കുന്നത്. പാരസെറ്റമോൾ മതി. അല്ലാതെ വേറെയുള്ള ഗുളികളോ ഈ ദേഹം വേദന ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പനിയും ശരീരവേദന ഉള്ളതുകൊണ്ട് പലരും ഈ അല്ലാതെ വേദന സംഹാരികൾ കഴിക്കാറുണ്ട്. അങ്ങനെ കഴിക്കാൻ പാടില്ല. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. സോ ഈ അപകട സൂചന വരുമ്പോൾ തന്നിരിക്കുന്ന ഗുളികൾ കഴിക്കുക, ഡോക്ടറെ കൊണ്ട് കാണിക്കുക. ഉടനെ തന്നെ അതിനുള്ള ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇതിൽ കോംപ്ലിക്കേഷനിലോട്ട് പോവുകയാണോ അതോ ഇപ്പോൾ സ്റ്റേബിൾ ആണോ എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടുത്ത നടപടിയിലോട്ട് പോകാൻ. ഡോക്ടർ, ഡെങ്കിപ്പനിക്കുള്ള ചികിത്സാ മാർഗങ്ങൾ എന്തൊക്കെയാണ്? ഡോക്ടർ പറഞ്ഞ പോലെ പാരസെറ്റമോൾ മാത്രമാണോ, അല്ലാതെ മറ്റു മരുന്നുകൾ എന്തൊക്കെയാണ്? മറ്റ് പല വൈറൽ അസുഖങ്ങളെ പോലെ ഇതിനകത്ത് പ്രത്യേകിച്ച് ആൻറ്റിബയോട്ടിക് ഒന്നും ഇല്ല. ആൻറ്റിബയോട്ടിക് സാധാരണ ബാക്ടീരിയൽ അസുഖങ്ങൾക്കാണ് വരുന്നത്. വൈറസിന് ആൻറ്റിവൈറലാണ്. പക്ഷേ ഡെങ്കി വൈറസും സിക്ക വൈറസ് അല്ലെങ്കിൽ ചിക്കൻ ഗുനിയ വൈറസ് ഇങ്ങനെയുള്ള രോഗങ്ങൾക്ക് പ്രധാനമായിട്ടും സപ്പോർട്ടീവ് മാനേജ്മെൻറ്റ്, അതായത് അവർക്ക് അവരുടെ ആ പനി വന്നിട്ട് അതിൽ കോംപ്ലിക്കേഷനിലോട്ട് പോകാതിരിക്കാൻ വേണ്ടി നമ്മളൊരു സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ്. പലപ്പോഴും തനിയെ തന്നെ അത് ഓട്ടോമാറ്റിക്കായി തനിയെ തന്നെ അങ്ങ് നമ്മൾ ആ സപ്പോർട്ട് കൊടുക്കുമ്പോൾ തിരിച്ച് നോർമലായിട്ട് വരും. മെയിനായിട്ട് ഇതിന് നമ്മൾ പനി കുറയ്ക്കുക, അല്ലെങ്കിൽ തലവേദന ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുക, ദേഹവേദന ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുക. അതിനാണ് നമ്മൾ പാരസെറ്റമോൾ കൊടുക്കുക. പിന്നെ ധാരാളം വെള്ളം കുടിക്കണം. കാരണം ശരീരത്തിൽ ഇത് മെയിനായിട്ട് ശരീരത്തിൽ രക്തക്കുഴലുകളാണ് ബാധിക്കുന്നത്. രക്തക്കുഴലിൽ നിന്ന് ബാധിച്ചിട്ട് നമ്മുടെ അവിടുത്തെ പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ട് കുറയും. രക്തക്കുഴലിൽ നിന്ന് ആ രക്തം വെളിയിലോട്ട്, രക്തത്തിൻ്റെ ഒരു പ്ലാസ്മ എന്ന് പറയുന്ന സംഭവമുണ്ട്, അത് പുറത്തേക്ക് ശരീരത്തിൻ്റെ മറ്റ് അറകളിലോട്ട് അങ്ങ് ലീക്കായി പോവുകയും ചെയ്യുന്നുണ്ട്. കാപ്പിലറി ലീക്ക് സിൻഡ്രോം എന്ന് പറയും. അതാണ് നമ്മുടെ മരണത്തിലേക്ക് നയിക്കുന്ന അല്ലെങ്കിൽ ഷോക്കിലോട്ട് പോകുന്ന ഒരു അപകട സൂചന. അതിൻ്റെ ലക്ഷണങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞ അപകട സൂചന, ഈ വാർണിംഗ് സൈൻസ് എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ നമുക്ക് അമിതമായിട്ട് ശരിക്കും ഫ്ലൂയിഡ് തെറാപ്പിയാണ് മെയിനായിട്ട്. അതായത് നഷ്ടപ്പെട്ടു പോയ ശരീരത്തിൽ രക്തക്കുഴലിലുള്ള ബ്ലഡിൻ്റെ അംശം കുറഞ്ഞു പോവുകയാണ്. അതിൻ്റെ പ്ലാസ്മ കുറഞ്ഞു പോകുമ്പോൾ രക്തം കട്ടിയാകുന്നു. അപ്പോൾ കട്ടിയാകുന്നത് അപകടമാണ്. കാരണം നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങൾക്കും ഈ കട്ടിയായ ബ്ലഡ് പോകുന്നു. ബ്ലഡാണ് നമ്മൾക്ക് ഓക്സിജനും ഗ്ലൂക്കോസും എല്ലാ അവയവങ്ങളും എത്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കട്ടിയാകുമ്പോൾ എല്ലാ ഭാഗത്തും, പ്രത്യേകിച്ച് തലച്ചോറിലും ഒക്കെ നമുക്ക് ഓക്സിജൻ സപ്ലൈയും ഷുഗർ സപ്ലൈയും ഒക്കെ കുറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ അങ്ങ് ഉടനെ തന്നെ അതിനകത്ത് ആ ജലാംശം, നഷ്ടപ്പെട്ടു പോയ ജലാംശം തിരിച്ച് റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡ്രിപ്പായിട്ടോ കൊടുക്കണം. പക്ഷേ എല്ലാ ഡെങ്കി പനികൾക്കും ഡ്രിപ്പിൻ്റെ ആവശ്യമില്ല, ഫ്ലൂയിഡിൻ്റെ IV ഫ്ലൂയിഡിൻ്റെ ആവശ്യമില്ല. കഴിയുന്നതും വെള്ളം കുടിക്കാൻ പറ്റുമെങ്കിൽ കുഴപ്പമില്ല. അത് വെള്ളം ധാരാളം വെള്ളം ഏത് വെള്ളം ആണെങ്കിലും കുടിക്കുന്നത്. തിളപ്പിച്ചാറ്റിയ വെള്ളം, ജീരകവെള്ളം, അല്ലെങ്കിൽ കഞ്ഞിവെള്ളം, അല്ലെങ്കിൽ നമ്മൾ ജ്യൂസുകൾ, ഇതെല്ലാം കുടിക്കാം. പക്ഷേ ഒഴിവാക്കേണ്ട പാനീയങ്ങൾ കോഫി, ചായ അല്ലെങ്കിൽ മദ്യപാനം ഇങ്ങനെയുള്ള സാധനങ്ങൾക്കൊന്നും പാടില്ല. അത് ഒഴിവാക്കണം. ഒത്തിരി അധികം അമിതമായിട്ട് ഷുഗറും കൊഴുപ്പും എണ്ണപ്പലഹാരങ്ങളും വറുത്തത് പൊരിച്ചതായിട്ടുള്ള ആഹാരങ്ങളെല്ലാം ഒഴിവാക്കണം. ഇത് ദഹനത്തിനെ അഫക്റ്റ് ചെയ്യും. കാരണം ശരീരത്തിൻ്റെ കരളിനെയൊക്കെ ഇത് ബാധിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് പിന്നെയും അസുഖത്തിൻ്റെ സീരിയസ്നെസ്, ഗ്രാവിറ്റി കൂടുകയുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ആഹാര കാര്യങ്ങളിൽ നമ്മൾ നല്ല വൈറ്റമിൻസ് ഉള്ള ആഹാരങ്ങൾ നിർബന്ധമായിട്ട് കഴിക്കണം. അതായത് ഫ്രൂട്ട്സ്, പ്രത്യേകിച്ച് വൈറ്റമിൻ A, വൈറ്റമിൻ C ഉള്ള ഫ്രൂട്ട്സ് കഴിക്കാം. അത് പപ്പായ നല്ലതാണ്, മാതളം നല്ലതാണ്, പഴം, ഓറഞ്ച്, എല്ലാ ഫ്രൂട്ട്സും കഴിക്കാം. ഡോക്ടർ വ്യക്തമാണ്. ഡോക്ടർ, നമ്മുടെ കൂടെ ഒരു പ്രേക്ഷക ചേരുന്നുണ്ട്. തിരുവല്ലയിൽ നിന്ന് മോഹിനിയാണ്. മോഹിനി, ഡോക്ടറോട് ചോദിച്ചോളൂ. പറയൂ മോഹിനി. ചോദിച്ചോളൂ. മോനി പറഞ്ഞോളൂ. 2 ദിവസമായി എനിക്ക് ഒരു പനിയായിട്ടിരിക്കുക. ആശുപത്രി കൊണ്ടിങ്ങനെ ഡോക്ടറെ കാണിച്ച് ഗുളിക കഴിക്കണം. എന്നാലും കഫക്കെട്ടും തലയ്ക്കകത്ത് തന്നെയൊക്കെ ഉണ്ട്. വ്യക്തമാവുന്നില്ല, ഒന്നുകൂടെ പറയൂ. 2 ദിവസമായിട്ട് പനിയായിട്ടിരിക്കുക. വീട്ടിലിപ്പോ ഇരിക്കുക. പനിയായിട്ട് ഡോക്ടറെ ഇന്നലെ കാണിച്ചു. ഗുളിയൊക്കെ തന്ന് ഇങ്ങനെ കഴിച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പോഴും തലയ്ക്കകത്ത് തന്നെ പനി. 2 ദിവസമായിട്ട് പനിയായിട്ടിരിക്കുക. ഓ, മനസ്സിലായി. പനിയാണ്. ഡോക്ടറെ കാണിച്ചു, മരുന്ന് തന്നു. എന്ത് പനിയാന്ന് വല്ലതും പറഞ്ഞായിരുന്നു ഡോക്ടർ?
എന്തോ എന്ത് പനിയാണെന്ന് പറഞ്ഞോ? സാധാരണയുള്ള പനിയാണോ, വേറെ ഡെങ്കിപ്പനിയാണെന്ന് വല്ലതും പറഞ്ഞായിരുന്നോ? സാധാരണ അല്ല, അങ്ങനെ വിവരം പറഞ്ഞ് പരിശോധിച്ച് ഗുളിക മരുന്ന് കഴിക്കാൻ പറഞ്ഞു. ആ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾ എല്ലാ പനികളും, വൈറൽ പനി പോലെ എല്ലാ പനികളും തുടക്കം ദേഹം വേദനയും പനിയായിട്ടായിരിക്കും. മിക്കവാറും ഉള്ള പനികൾ 90% ആദ്യത്തെ 3 ദിവസം കൊണ്ട് തന്നെ ഈ പാരസെറ്റമോളും അങ്ങനെയുള്ള മരുന്നും വെള്ളം റെസ്റ്റ് എടുക്കുക, ധാരാളം വെള്ളം കുടിക്കുക ചെയ്യുമ്പോൾ തന്നെ കൺട്രോൾ ആവും. 3 ദിവസത്തിൽ കൂടുതലായിട്ട് പനി കൺട്രോൾ ആവുന്നില്ല, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ, വാർണിംഗ്സ്, അപകട സൂചനകൾ എന്തെങ്കിലും കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ ആ ഡോക്ടറെ തന്നെ വീണ്ടും ഒന്നുകൂടെ കാണിച്ച് ബ്ലഡ് ചെക്ക് ചെയ്യണം. നമ്മുടെ ബ്ലഡിലെ കൗണ്ടും ബാക്കി 2-3 കാര്യങ്ങൾ ചെക്ക് ചെയ്യാനുണ്ട്, അതൊക്കെ ഒന്ന് നോക്കണം. അതെല്ലാം 3 ദിവസം കഴിഞ്ഞിട്ട് കുറയുകയാണെങ്കിൽ കുഴപ്പമില്ല. 2 ദിവസമല്ലേ ആയുള്ളൂ. ഒരു ദിവസം കൂടെ നോക്കിയിട്ട് പനി കുറയുന്നുണ്ടോ എന്ന് നോക്കുക. പനി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. അതല്ല, നേരത്തെ പറഞ്ഞ എന്തെങ്കിലും അപകട സൂചന കാണുകയാണെങ്കിൽ ഡോക്ടറെ കാണുക വീണ്ടും. ഡോക്ടർ, നമ്മുടെ കൂടെ ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. കൊല്ലത്ത് നിന്ന് ജിജോയാണ്. ജിജോ, ഡോക്ടറോട് ചോദിച്ചോളൂ. നമസ്കാരം. ഞാൻ കൊല്ലം ജില്ല കുളത്തപ്പുഴന്ന് വിളിക്കുകയാണ്. ആ, കുറച്ചു നാളായി പനിയും ശരീരവേദനയും തലവേദനയൊക്കെ ആയിട്ട് അങ്ങനെ അവിടെ നെടുമങ്ങാട് സൺലൈറ്റ് പഠിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നല്ല ടയേർഡായിട്ട് പനിയായിരുന്നു. അതിനുശേഷം പനി കൂടുതലായി ഇപ്പൊ ഒരുപാട് ഹോസ്പിറ്റലിൽ പോയി, എന്നിട്ട് മാറുന്നില്ല. എവിടെ കാണിച്ചത്? ഇവിടെ കുളത്തപ്പുഴ താലൂക്ക് ആശുപത്രിയിലാണ് കാണിക്കുന്നത്. ആ, ഇപ്പോൾ പനി തുടങ്ങിയിട്ട് എത്ര ദിവസമായി? പനി തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു 5-6 മാസമായി. 5-6 മാസമോ? 5-6 മാസമായിട്ട് പനിയുണ്ടോ? പനിയുണ്ട്. അതായത് ദേഹത്ത് ചൂടായിട്ടുണ്ടോ? ദേഹത്ത് നല്ല ചൂടും പിന്നെ നല്ല ശ്വാസം മുട്ടലും ഈ കഴുത്ത് നാക്കിന് അകത്ത് പിന്നെ ഇൻഫെക്ഷൻ പോലെ വരെയൊക്കെ ഉണ്ട്. ആ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ഒരു ഫിസിഷ്യനെ ആരെങ്കിലും ഒന്ന് കാണിച്ചൊന്ന് കൺസൾട്ട് ചെയ്യണം. കാരണം വിശദമായ അപ്പൊ ഇവിടെ പിന്നെ റാനിറ്റോഡിൻ ടാബ്ലറ്റ് IP എന്ന് പറയുന്ന ടാബ്ലറ്റാണ് തരുന്നത് ഇവിടെ കുളത്തൂർ താലൂക്ക്. അത് തന്നെ, അത് ആരെയാ? ഫിസിഷ്യനാണോ കാണിച്ചേ? ഫിസിഷ്യനെ കാണിച്ചത്. കാണിച്ചിട്ട് എന്തോ പറഞ്ഞു? അസുഖത്തിന്റെ കാര്യം എന്താ പറഞ്ഞേ? ഇത് ടാബ്ലറ്റ് കഴിക്കാൻ പറഞ്ഞ് പിന്നെ പൂർണ്ണമായിട്ട് മാറണമെങ്കിൽ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. എന്ത് അസുഖമെന്ന് പറഞ്ഞായിരുന്നോ? ഇത് പനിയാണ്, പിന്നെ കൂടെ ബ്ലഡ് കൗണ്ട് കുറയുന്നതാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിനുള്ള കാരണങ്ങൾ ഇനി വിശദമായിട്ട് അന്വേഷണം വേണം, അതായത് പരിശോധനകൾ വേണം. എന്തുകൊണ്ടാണ് ആ കൗണ്ട് കുറഞ്ഞെന്നുള്ളത്. കാരണം ഈ ഡെങ്കിപ്പനിക്ക് മാത്രമല്ല ഈ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുന്നത്, അല്ലാതെ തന്നെ പല അസുഖവും എനിക്ക് പിന്നെ ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഒരു പട്ടി പോലത്തെ സാധനത്തിനെ കണ്ട് നാക്ക് പുറത്തോട്ട് തള്ളി വന്നിട്ടുണ്ടായിരുന്നു. പുറത്തോട്ട് ഇങ്ങനെ ജന്നിയായിട്ട് വന്നു. അതിനുശേഷം ചെന്നി പോലെ. ഡോക്ടർ, കോൾ കട്ടായെന്നാണ് തോന്നുന്നത്. ഡോക്ടർ മറുപടി പറഞ്ഞോളൂ. അല്ല, അതിൽ വേറെ എന്തെങ്കിലും മരുന്ന് കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് ചിലപ്പോൾ വരാം. സ്ഥിരമായിട്ട് എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് വരാം. അപ്പോൾ ഇത് ഇങ്ങനെ കേട്ടിട്ട് 2-3 മാസമായിട്ട് പനിയുണ്ടെന്നുണ്ടെങ്കിൽ അത് ലോങ് ക്രോണിക് ഫീവറിൻ്റെ വരുന്നതാണ്. അപ്പോൾ അതിന് പല കാരണങ്ങളും ഉണ്ട്. അതിന് വിശദമായിട്ട് ചെക്കപ്പ് തന്നെ വേണം. പറ്റുമെങ്കിൽ അടുത്തുള്ള താലൂക്ക് ഹോസ്പിറ്റലിൽ ഫിസിഷ്യനെ കാണിക്കുക, അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ ഒന്ന് കൊണ്ട് കാണിക്കുകയോ ചെയ്യണം. കാരണം ഫുൾ ചെക്കപ്പ് ചെയ്യേണ്ടി വരും. പല രീതിയിലും അസുഖങ്ങൾ, ഇങ്ങനെയുള്ള ഡെങ്കിപ്പനി പോലത്തെ അസുഖങ്ങൾ അങ്ങനെ വരാറില്ല. ഡെങ്കിപ്പനി അല്ലാതെയുള്ള ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള അസുഖം ആയിരിക്കത്തില്ല ഇത്, മറ്റ് അസുഖങ്ങളുടെ ഭാഗമായിട്ട് വരണം. അതുകൊണ്ട് വിശദമായിട്ട് ചെക്കപ്പ് ചെയ്യുക. അടുത്തുള്ള മെഡിക്കൽ കോളേജിലോ ഏതെങ്കിലും ഫിസിഷ്യനെ ഒന്നുകൂടെ ഒന്ന് കാണിച്ച് ഫുൾ ഒന്ന് ചെക്കപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ശരി ഡോക്ടർ, പ്രേക്ഷകന് വ്യക്തമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഡെങ്കിപ്പനിയെ എങ്ങനെ പ്രതിരോധിക്കാം, എന്തെല്ലാം കരുതലുകൾ എടുക്കണം, അതുപോലെ ചികിത്സാ മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്, ഈ വിഷയത്തെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മോട് സംസാരിച്ചത് തിരുവനന്തപുരം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലെ ഫിസിഷ്യനായ ഡോക്ടർ സിബു രാജാണ്. ഡോക്ടർ നന്ദി. നന്ദി. ഹലോ ഡോക്ടറിന്റെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. നമസ്കാരം.